ഹലോ, വെൽക്കം ബാക്ക് ടു ക്ലാസ് ബെൽ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ മൗസ്റ്റോനട്ട് എന്ന ചാപ്റ്ററാണ്. നമുക്ക് ആദ്യം എബൌട്ട് ദ ഓഥർ ഒന്ന് നോക്കാം. മാർക്ക് കെല്ലി ഈസ് എൻ അമേരിക്കൻ സെനേറ്റർ, റിട്ടയർഡ് അസ്ട്രോനട്ട് ആൻഡ് ക്യാപ്റ്റൻ ഓഫ് ദി US നേവി. ഇത് എഴുതിയിരിക്കുന്നത് മാർക്ക് കെല്ലിയാണ്. അദ്ദേഹം അമേരിക്കൻ സെനേറ്റർ ആയിരുന്നു. സെനേറ്റർ എന്ന് പറയുന്നത് നിയമനിർമ്മാണ സഭയിലെ അംഗമാണ് അമേരിക്കയിലെ. അതുപോലെ തന്നെ ഒരു ബഹിരാകാശ സഞ്ചാരിയായിരുന്നു. US നേവിയിൽ നിന്ന്, നാവികസേനയിൽ നിന്ന് റിട്ടയർഡ് ആയ ക്യാപ്റ്റൻ ആണ്. He is famous for the various space flights to the International Space Station, including the final mission of the spaceship Endeavour in 2011. വളരെ തവണ അദ്ദേഹം സ്പേസ് സ്റ്റേഷൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2011 സ്പേസ് ഷിപ്പ് എൻഡവർ പ്രോഗ്രാമിന്റെ ഭാഗവും ആയിരുന്നു. As a writer, he is famous for the Moustonaut series and the biographical book Gaby. അദ്ദേഹം മൗസ്റ്റോനട്ട് സീരീസ്, അതായത് ഒരുപാട് കഥകൾ ആ ഒരു മൗസിനെ ബേസ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമുക്കും ഇവിടെ പഠിക്കാനുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. Have you ever dreamed of going on a big adventure? വലിയൊരു സാഹസത്തിന് പോകുന്നതിനെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? What do you think if it would be a travel to space? ബഹിരാകാശത്തേക്കുള്ള ഒരു യാത്രയാണെങ്കിലോ അത്? What if a mouse goes to space? Let us read the story. ഒരു എലി ബഹിരാകാശത്ത് പോയാൽ എങ്ങനെയിരിക്കും? അങ്ങനെ ഒരു കഥയാണ് ഇത്. അപ്പൊ പലർക്കും പല രീതിയിലുള്ള ഇഷ്ടങ്ങളാണ്. ചിലർക്ക് അഡ്വഞ്ചറസ് ആയിട്ടുള്ള, അതായത് സാഹസികമായ കാര്യങ്ങൾ ചെയ്യാൻ വളരെയധികം ഇഷ്ടമാണ്. വേറെ കുറച്ചു പേർക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, അതായത് വലിയ സാഹസികതയൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനേ താല്പര്യമുള്ളൂ. അത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ്. നമുക്ക് എന്തായാലും കഥയിലേക്ക് പോവാം. The space shuttle is set for a launch and the astronauts are doing their last minute training to prepare for the mission. സ്പേസ് ഷട്ടിൽ, അതായത് ബഹിരാകാശത്തേക്ക് പോകാനുള്ള ആ ഒരു വാഹനം അതിന്റെ ഫൈനൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ അസ്ട്രോനട്സ്, അതായത് ബഹിരാകാശ സഞ്ചാരികൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സയന്റിസ്റ്റുകളൊക്കെ അതിന്റെ ലാസ്റ്റ് മിനിറ്റിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. NASA is sending along some special guests for this flight and they are training too. നാസയിലാണ് ഈ ബഹിരാകാശത്തിലേക്കുള്ള സ്പേസ് ഷട്ടിലിന്റെ വിക്ഷേപണം നടക്കുന്നത്. നാസ അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയാണ്, അല്ലെ? ഇന്ത്യയുടേതാണ് ISRO. അതുപോലെ അമേരിക്കയുടെ ഏജൻസിയാണ് നാസ. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാവുന്നതായിരിക്കും. അപ്പോൾ ആ നാസയില് ഈ പ്രാവശ്യം സ്പേസ് ഷട്ടിലേക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഗസ്റ്റിനെയും അയക്കുന്നുണ്ട്. അവർക്കുള്ള ട്രെയിനിങ്ങും ഇവിടെ നടക്കുന്നു. One mouse is smaller than all the rest. ആരാണ് ആ സ്പെഷ്യൽ ഗസ്റ്റ്? കുറച്ച് എലികളാണ്, മൗസ് ആണ്. അതിൽ ഒരു എലി വളരെ തീരെ ചെറുതാണ്. His name is Meteor. The other mice no, he won't be chosen for this important mission. ബാക്കിയുള്ള എലികളെല്ലാം വളരെ ശക്തന്മാരും വലുതുമാണ്. അപ്പൊ ആ ബാക്കിയുള്ളവർക്ക് അറിയില്ല ഈ കുഞ്ഞ് എലിയെ ഇതിനകത്ത് പങ്കെടുപ്പിക്കുമോ ഇല്ലയോ എന്ന്. അവർക്കെല്ലാവർക്കും ട്രെയിനിങ് ഉണ്ട്, പക്ഷെ ഫൈനലി പോകാറാവുമ്പോഴേ അറിയുള്ളൂ ആരൊക്കെയാണ് പോകുന്നതെന്ന്. But someone has his eye on Meteor and he is impressed with the little mouse hard work. But someone has his eye on Meteor എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ബഹിരാകാശ സഞ്ചാരികളിൽ, ആസ്ട്രോനട്സിൽ ഒരാൾക്ക് ഈ കുഞ്ഞെലിയുടെ മുകളിൽ ഒരു കണ്ണുണ്ട്, അതായത് പ്രത്യേക ശ്രദ്ധയുണ്ട്. അദ്ദേഹത്തിന് ഇവന്റെ ഈ ജോലികളും ഈ തയ്യാറെടുപ്പുകളും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. He is impressed with the little mouse hard work. ഈ കഠിനാധ്വാനം കണ്ടിട്ട് അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമായി. The shuttle commander announces that 6 mice will be selected for the flight. പോകാനുള്ള സമയമായപ്പോഴേക്കും ആ ഷട്ടിലിന്റെ കമാൻഡർ പറഞ്ഞു 6 എലികളെയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. He picks 5 of the biggest, strongest mice. ആ ട്രെയിനിങ് കിട്ടിയ എലികളിൽ ഏറ്റവും ശക്തിയുള്ള, ബലമുള്ള, വലിപ്പമുള്ള 5 പേരെ അദ്ദേഹം സെലക്ട് ചെയ്തു. But for the 6th spot, to everyone's surprise, he chooses Meteor. 6ാമതായിട്ട് മറ്റുള്ളവർക്കെല്ലാം ഒരു സർപ്രൈസ് ആയിപ്പോയി, അദ്ദേഹം മെറ്റിയോറിനെ സെലക്ട് ചെയ്തു.
അങ്ങനെ ആ സ്പേസ് ഷട്ടിലേക്ക് മെറ്റിയോറും സെലക്ഷൻ ആയി. All the 6 are taken to their new home, a special cage called the Mouse Hotel. ഈ സെലക്ട് ചെയ്യപ്പെട്ട 6 എലികളും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കൂട്ടിലേക്ക് മാറ്റപ്പെട്ടു. അതിന്റെ പേരാണ് മൗസ് ഹോട്ടൽ. The other mice are nervous as the countdown begins, but not Meteor. കൗണ്ട് ഡൗൺ ആരംഭിച്ചതും നിങ്ങൾ നമ്മുടെ സ്പേസ് ഷട്ടിലൊക്കെ വിക്ഷേപണം ചെയ്യുന്നത് ടിവിയിലോ ഫോണിലോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. കൗണ്ട് ഡൗണോട് കൂടിയാണ് അല്ലെ. 10ൽ നിന്ന് പുറകിലേക്ക് എണ്ണും, 0 വന്നു കഴിയുമ്പോൾ 1 വന്നു കഴിയുമ്പോൾ ലിഫ്റ്റ് ഓഫ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആരംഭിച്ചപ്പോൾ ഈ എലികൾക്കെല്ലാം വളരെ ഭയം തോന്നി, നെർവസ് ആയി. പക്ഷേ മെറ്റിയോറിന് അങ്ങനെ ഒരു നെർവസ്നെസ് അല്ലെങ്കിൽ ടെൻഷനേ ഇല്ല. ബട്ട് നോട്ട് മെറ്റിയോർ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. Lift off. At first, the mice are pressed flat against their cages by the power of the launch. ഈ സ്പേസ് ഷട്ടില് ആകാശത്തേക്ക് ഉയരുമ്പോൾ നല്ല ശക്തിയായിട്ടുള്ള ഒരു പ്രഷർ അതിനകത്ത് ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് ഈ എലികളെല്ലാം അതിന്റെ ആ തറയിൽ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് കിടന്നു. അവർക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ആദ്യമായിട്ടാണ് അവര് പോകുന്നത്. ബട്ട് ദെൻ ദ പ്രഷർ ഗോസ് അവേ. ആ പ്രഷർ പോയി കഴിഞ്ഞപ്പോൾ ദ അതർ മൈസ് ക്ലിങ് ടു ദെയർ കേജ് ഇൻ ടെറർ. ഈ മൗസ് ഹോട്ടലിനകത്ത് ഭയം കാരണം മെറ്റിയോർ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം പറ്റിച്ചേർന്നങ്ങ് കിടന്നു. ക്ലിങ് എന്ന് പറഞ്ഞാൽ ടു ഹോൾഡ് ഓൺ ടൈറ്റ്ലി എന്നാണ്. പറ്റിപ്പിടിച്ച് കിടന്നു എന്നൊരർത്ഥമാണ് ഇവിടെയുള്ളത്. ബട്ട് നോട്ട് മെറ്റിയോർ. ഹി ലവ്സ് ദ ഫീലിംഗ് ഓഫ് വെയ്റ്റ്ലെസ്നെസ്. ബഹിരാകാശത്തേക്ക് പോകും തോറും മനുഷ്യന്റെ വെയിറ്റ് കുറഞ്ഞ് വെയിറ്റ് ഇല്ലാതാവും എന്ന് നിങ്ങൾക്കറിയാം. പറന്നു നടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ആ ഒരു അവസ്ഥയെ മെറ്റിയോർ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഹേയ് ലിറ്റിൽ ഗായ്, ദ കമാൻഡർ സേസ് യു ആർ എ നാച്ചുറൽ, എ റിയൽ ലീവ് മോസ്ട്രോനട്ട്. അസ്ട്രോനട്ട് എന്ന് പറഞ്ഞാൽ ബഹിരാകാശ സഞ്ചാരി. ഇവിടെ എലികളായതുകൊണ്ട് അതിന് മൗസ്ട്രോനട്ട് എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. കമാൻഡർ പറയാണ്, ഹേയ് ലിറ്റിൽ ഗായ്, ചെറിയ കുട്ടി, നീ ജീവനുള്ള പ്രകൃതിദത്തമായ ഒരു മൗസ്ട്രോനട്ട് തന്നെയാണ്. Meteor is taken from his cage and gets a tour of the shuttle. Meteor ആ കേജിൽ നിന്ന് പുറത്ത് കടന്നു. അവര് ബഹിരാകാശത്തെത്തി. അങ്ങനെ അതിൽ നിന്ന് പുറത്ത് കടന്ന് അവിടെ എല്ലാം ചുറ്റി നടന്ന് കാണാൻ തുടങ്ങി. He can even see the earth way off in the distance. വളരെ ദൂരത്ത് നിന്ന് ഭൂമി കാണാൻ സാധിച്ചു. എർത്ത് കണ്ടു. The astronauts are all very busy during the 14-day flight. 14 ദിവസത്തെ യാത്രക്കാണ് പോയത്. അസ്ട്രോനട്സ് എല്ലാം വളരെ ബിസിയാണ്. അവർക്ക് അവിടെ ചെന്ന് ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. There are space walks to take. ആകാശത്തിലൂടെയുള്ള നടത്തങ്ങൾ ഉണ്ട്. And the experiments to conduct. ധാരാളം പരീക്ഷണങ്ങൾ നടത്താനുണ്ട്. But what can Meteor to do to help? പക്ഷേ മെറ്റീരിയറിന് അവിടെ ചെന്നിട്ടൊന്നും ചെയ്യാനില്ല. പരീക്ഷണങ്ങൾ ചെയ്യാനൊന്നും കഴിയില്ലല്ലോ. അപ്പൊ എന്താണ് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക? Then while answering emails, one of the astronauts notices the key to the control panel stuck between the monitors. ഇമെയിൽസിനൊക്കെ മറുപടി അയച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു അസ്ട്രോനട്സ് കണ്ടുപിടിച്ചത് കൺട്രോൾ പാനലിലെ ഒരു കീ സ്റ്റക്ക് ആയിരിക്കുന്നു. മോണിറ്ററിൽ സ്റ്റക്ക് ആയിരിക്കുകയാണ്. അപ്പം താഴെ എർത്തിൽ നിന്ന് ഇമെയിൽസ് ഒക്കെ അയക്കും. അവിടെ പരീക്ഷണങ്ങൾ ചെയ്യുന്നതിന്റെ റിസൾട്ട് ഒക്കെ അയച്ചു കൊടുക്കണം. അപ്പൊ അങ്ങനെ ഇമെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹം അത് കണ്ടത്. When he tries to get it out, അദ്ദേഹം അത് പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചു. ആ സ്റ്റക്ക് ആയിരിക്കുന്ന കീ. It accidentally gets wedged further down. പക്ഷേ അത് അപ്രതീക്ഷിതമായിട്ട് കൂടുതൽ കുടുങ്ങി പോവുകയാണ് ചെയ്തത്. വെഡ്ജ്ഡ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ക് ടൈറ്റ്ലി എന്നാണ്, കുടുങ്ങി പോവുക. ഫാദർ ഡൗൺ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആഴത്തിലേക്ക് അത് കുടുങ്ങിപ്പോയി. This is in good, says the commander. ഓ, ഇത് നല്ലൊരു ലക്ഷണമല്ലല്ലോ, നല്ലതല്ല എന്ന് കമാൻഡർ പറഞ്ഞു. We need that key back. One astronaut tries to move the monitor. It doesn't budge. ആ കീ എങ്ങനെയെങ്കിലും നമുക്ക് എടുക്കണമെന്ന് കമാൻഡർ പറഞ്ഞതനുസരിച്ച് ഒരു അസ്ട്രോനട്ട് അത് മൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. മോണിറ്റർ അനക്കി ആ കീ എടുക്കാൻ ശ്രമിച്ചു. ഇറ്റ് ഡസിൻ ബഡ്ജ്. ബഡ്ജ് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുക, അനങ്ങുക എന്നുള്ളതാണ്. പക്ഷെ അത് ചെറുതായിട്ട് പോലും അനങ്ങിയില്ല. അനദർ സ്ലിപ്സ് ഹർ ഫിംഗേഴ്സ് ഇൻ ടു ദി ക്രാക്ക്. അപ്പൊ മറ്റൊരു അസ്ട്രോനട്സ്, സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം തെന്നി വീഴുക അല്ലെങ്കിൽ തെറ്റുക, വഴുതി പോവുക എന്നൊക്കെയാണ്. ഇവിടെ മറ്റൊരു അസ്ട്രോനട്ട് തന്റെ കൈവിരലുകൾ അതിനകത്തേക്ക് ഇട്ടു നോക്കി. അതാണ് ഇട്ടു നോക്കി എന്നുള്ളൊരു അർത്ഥമാണ് ഇവിടെ സ്ലിപ്പിന് വരിക. അനദർ സ്ലിപ്സ് ഹർ ഫിംഗേഴ്സ് ഇൻ ടു ദി ക്രാക്ക് ബട്ട് ദ കീ ഈസ് സ്റ്റക്ക് ഡൗൺ ടു ഡീപ്പ്. പക്ഷേ അവർ ശ്രമിച്ചപ്പോഴും ആ കീ കൂടുതൽ ആഴത്തിലേക്ക് കുടുങ്ങിപ്പോയി. വൺ ഈവൻ ട്രൈസ് ടു പുഷിങ് ഇറ്റ് ഔട്ട് വിത്ത് എ ലോങ് പീസ് ഓഫ് മെറ്റൽ.
മറ്റൊരു ആസ്ട്രോനട്ട് വലിയൊരു മെറ്റൽ എടുത്തുകൊണ്ടുവന്ന് ഇങ്ങനെ എടുക്കാവോ എന്ന് നോക്കി. ബട്ട് വിത്ത് നോ ലക്ക് നോ വൺ ക്യാൻ റീച്ച് ഇറ്റ്. പക്ഷെ അവർക്ക് ആർക്കും അത് പുറത്തെടുക്കാൻ സാധിച്ചില്ല. ദ അസ്ട്രോനട്സ് ആർ ഗെറ്റിംഗ് വറീഡ്. ആ ബഹിരാകാശ സഞ്ചാരികളെല്ലാം വറീഡായി, വിഷമിക്കാനായിട്ട് തുടങ്ങി. ബട്ട് ആസ് ദേ ഡിസ്കസ് ദ പ്രോബ്ലം, അവർ ആ പ്രശ്നം ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എ ടൈനി ഫിംഗർ ഹാസ് ആൻ ഐഡിയ. ചെറിയ വിരലിന് ഒരു ഐഡിയ തോന്നി. അത് ആരായിരിക്കും ആ ചെറിയ വിരല്? മെറ്റിയോർ ആണ്. ബീയിങ് ദ സ്മോളസ്റ്റ് ഈസ്ന്റ് എ ബാഡ് തിങ്, മെറ്റീരിയർ സേസ് ടു ഹിംസെൽഫ്. ബീയിങ് ദ സ്മോളസ്റ്റ്, ചെറുതായിരിക്കുന്നത് ഒരു മോശം കാര്യമല്ല. ചെറുതായ ആൾക്കാർക്കും ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം മെറ്റീരിയർ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ചെറുതായിട്ടിരിക്കുന്നത് ഒരു മോശം കാര്യമല്ല. മേ ബി ഐ ക്യാൻ ബി യൂസ്ഫുൾ ഓൺ ദിസ് ഫ്ലൈറ്റ്. ഒരു പക്ഷേ എനിക്ക് ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ കഴിയും, ഞാനിത് ഈ ഒരു അവസരം എനിക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് മെറ്റീരിയർ തീരുമാനിച്ചു. മെറ്റീരിയർ സ്ക്വീസസ് ഹിസ് വേ ഇൻ ടു ദി ക്രാക്ക്. സ്ക്വീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ഞെരിഞ്ഞമർന്ന് അതിനകത്തേക്ക് പോയി. നമ്മളിങ്ങനെ നാരങ്ങയൊക്കെ ഞെക്കിയെടുക്കുന്നതിന് സ്ക്വീസ് ചെയ്യാന്നല്ലേ പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ മെറ്റീരിയർ ആ ചെറിയ വിടവിനകത്തൂടെ അതിനകത്തേക്ക് ഇറങ്ങി. The space is dark and cramped, but Meteor spot the key and tugs at it with all his might. ആ സ്പേസ് എന്ന് പറയുന്നത് വളരെ ഡാർക്ക് ആയിരുന്നു, ഇരുട്ട് നിറഞ്ഞതായിരുന്നു. ആൻഡ് ക്രാംഡ്, വെരി സ്മോൾ ആൻഡ് ടൈറ്റ്, വളരെ ഇടുങ്ങിയ ഒരു ഇരുട്ട് നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു ആ കീ പോയിരുന്നത്. അവിടെ മെറ്റീരിയർ ഇറങ്ങി. ബട്ട് മെറ്റീരിയർ സ്പോട്ട് ദ കീ കണ്ടുപിടിച്ചു. ആൻഡ് ടഗ് ഇറ്റ് വിത്ത് ഓൾ ഹിസ് മൈറ്റ്, കഴിയാവുന്നത് പോലെ ബലത്തിൽ അത് വലിച്ചെടുത്തു. ടഗ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിച്ചെടുത്തു. പുൾ വിത്ത് ഫോഴ്സ് എന്നാണ്. ഹേയ് ലുക്ക് അറ്റ് വാട്ട് അവർ ടൈനി ഫ്രണ്ട് ഹാസ് ഡൺ, ദ കമാൻഡർ സേസ്. അപ്പൊ കമാൻഡറിന് സന്തോഷമായി. ആ ഇരുട്ടിലിറങ്ങി വളരെ ശക്തിയായിട്ട് വലിച്ച് ആ കീ മെറ്റീരിയൽ പുറത്തു കൊണ്ടുവന്നു. അപ്പൊ കമാൻഡർ പറഞ്ഞു, നോക്കൂ നമ്മുടെ ചെറിയ ഫ്രണ്ട് എന്താണ് ചെയ്തതെന്ന്. ഹീ സേവ്ഡ് ദ മിഷൻ. നമ്മുടെ ഈ ഒരു ദൗത്യം അവൻ വിജയിപ്പിച്ചു. ആ ഒരു കീ കാണാതെ പോയിരുന്നെങ്കിൽ ആ ഒരു ദൗത്യം പരാജയമായേനെ. അപ്പൊ ആ ഒരു ദൗത്യം വിജയിപ്പിച്ചത് മെറ്റീരിയർ ആണ്. വെൻ ദ ഷട്ടിൽ റിട്ടേൺസ് ടു എർത്ത്, മെറ്റീരിയർ ഇസ് ഡിക്ലെയർഡ് എ ഹീറോ. സ്പേസ് ഷട്ടില് ഭൂമിയിലെത്തിയപ്പോൾ അവനെ ഒരു ഹീറോയാക്കി മാറ്റി. ഹി ഈസ് ഈവൻ ഗിവൺ എ ബ്രാൻഡ് ന്യൂ യൂണിഫോം ആൻഡ് ആൻ ഒഫീഷ്യൽ ടൈറ്റിൽ മൗസ്ട്രോനറ്റ്. അങ്ങനെ ഭൂമിയിലെത്തിയപ്പോൾ ഈ നമ്മുടെ മെറ്റീരിയറിന് മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള യൂണിഫോം കിട്ടി. അത് പേജ് നമ്പർ 56 കാണിച്ചിട്ടുണ്ട്. ആ യൂണിഫോമും ഒരു ഒഫീഷ്യൽ ടൈറ്റിലും അവന് കിട്ടി. ആ ടൈറ്റിലാണ് മൗസ്ട്രോനട്ട്. ഓൾ ദ അസ്ട്രോനട്സ് ചീർ ആൻഡ് അപ്ലോഡ്. എല്ലാ ബഹിരാകാശ സഞ്ചാരികളും പോയവരെല്ലാവരും ചീർ, സന്തോഷത്തോടെ അഭിനന്ദിച്ചു. അഭിനന്ദിക്കുക, കൈയടിക്കുക എന്നൊക്കെയാണ് അപ്ലോഡിന്റെ മീനിങ്. ബട്ട് മെറ്റീരിയർ ഈസ് ഓൾറെഡി തിങ്കിങ് അബൌട്ട് ഹിസ് നെക്സ്റ്റ് ബിഗ് മിഷൻ. പക്ഷെ അപ്പോഴും മെറ്റീരിയൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് തന്റെ അടുത്ത ഒരു വലിയ ദൗത്യത്തെ പറ്റിയാണ്.